സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പ് ഒഴിവാക്കുന്നുവെന്ന സൂചന നൽകിയ NSS ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് തിരുത്തും എന്ന സർക്കാർ സമീപനം സ്വാഗതാർഹമാണെന്നും ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസും BJPയും വിട്ടുനിന്നത് ശരിയല്ല എന്നുമാണ് NSSന്റെ നിലപാട്. സംസ്ഥാന സർക്കാരും SNDPയും ഇത് സ്വാഗതം ചെയ്തു. NSSന്റെ നിലപാട് മാറ്റത്തിൽ ആശങ്കയുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 9.5 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാർ നിലപാടുകളോട് NSS ഇത്രയും ചേർന്ന് നിന്ന സമയമുണ്ടായിട്ടില്ല. പല വിഷയങ്ങളിലും പരസ്യമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കേരളത്തിലെ തെരുവുകളിലിറങ്ങി സർക്കാരിനെതിരെ സമരം ചെയ്തവരാണ് NSS. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് NSS ചെയ്തത്. NSSന്റെ പ്രതിനിധിയെ പരിപാടിയിൽ വിടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കോൺഗ്രസിനും BJPക്കുമെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ട, ന്യൂനപക്ഷ വോട്ടുകൾ മതി എന്നാണ് പ്രധാന വിമർശനം. സ്ത്രീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാട് മാറ്റം സ്വാഗതം ചെയ്യുന്നു. ശബരിമല വിഷയത്തിലെ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് അഭിനന്ദനാർഹമാണെന്നും സുകുമാരൻ നായർ ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. NSS നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ. അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. ശബരിമലയുടെ കാര്യത്തിൽ NSS നിലപാട് എല്ലാ കാലത്തും ഒരുപോലെയായിരുന്നു എന്ന് നിസ്സാരവൽക്കരിക്കുകയാണ് കോൺഗ്രസ്. NSSനോട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് UDFനും കോൺഗ്രസിനുമുള്ള, ഒരു സംശയവുമില്ല. പിന്നെ ശബരിമലയുടെ കാര്യം വരുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടേതായ ശബരിമലയ്ക്ക് വേണ്ടിയും അവരുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയും NSS എന്നും നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ കണ്ടാൽ മതി. സർക്കാരിനെ പിന്തുണച്ച NSS നിലപാടിനെ സ്വാഗതം ചെയ്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് കൗതുകമുണ്ടാക്കി. അല്ല, NSS അങ്ങനെ സർക്കാരിനെ ഇങ്ങനെ നിരന്തരം എതിർത്തതായിട്ട് എനിക്കറിയില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് ഓരോ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ പ്രധാന സാമുദായിക സംഘടന സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നതിൽ കോൺഗ്രസിന് ആശങ്കയുണ്ട്. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. മീഡിയ 1 തിരുവനന്തപുരം.